ശരിക്കും പറഞ്ഞാൽ ദൂരദേശത്ത് നിന്നും പൊങ്കാലയ്ക്ക് വരുന്നവർ പോയി കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും വളരെ അധികം ചടങ്ങുകൾ ഉണ്ട്. കുത്തിയോട്ട ചൂരൽ കുത്ത് ചടങ്ങുണ്ട്. അത് ഈ 581 കുട്ടികളും പോയതിനു ശേഷം മാത്രമേ ദേവി എഴുന്നള്ളിയുള്ളൂ. ദേവി എഴുന്നള്ളി ശാസ്താ ക്ഷേത്രത്തിൽ, അതും ശാസ്താ ക്ഷേത്രത്തിൽ അവിടെ ആറാട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ എത്തുന്ന രീതിയിലാണ് സന്ദർഭം വരുന്നത്. അവിടെ എത്തി അത് മിക്കവാറും രാത്രി ദേവി എഴുന്നള്ളി കഴിഞ്ഞാൽ വെളുപ്പിനെ ആയിരിക്കും ഈ എല്ലാ വീടുകളിലെ ഇതും തട്ടനിവേദ്യം ഒക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും രാവിലെ പുലർച്ചെയാവും. അത് കഴിഞ്ഞ് അവിടെ ദേവി ഇറക്കി പൂജകൾ നടത്തിയതിന് ശേഷം വീണ്ടും തിരിച്ചു വരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഈ ആനയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ട് തിരിച്ച് എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഈ ഏരിയയുമായി ബന്ധപ്പെട്ട റെസിഡൻസ് അസോസിയേഷനുകളുമായി ഞങ്ങൾ മീറ്റിങ്ങിൽ നടത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തിരിച്ചു വരുന്നതിനും ഒക്കെ ആയിട്ട് അവരുടെ സഹകരണം വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ദേവി തിരിച്ച് 4-ാം തീയതി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ദേവിയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നെ കുത്തിയോട്ട കുട്ടികളുടെ ചൂരൽ ഇളക്കുന്ന ചടങ്ങാണ്. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഭക്ഷണവും കൊടുത്ത് അവർ വീടുകളിലേക്ക് പോകുന്നു. പിന്നെ മാർച്ച് 4 രാത്രിയിൽ കാപ്പഴിക്കൽ, പിന്നെ കുരുതി തർപ്പണം. ഇതോടുകൂടി നമ്മൾ ഇത്രയും കാലം ഈ പറഞ്ഞതുപോലെ 5-6 മാസം കൊണ്ടാണ് ട്രസ്റ്റും സർക്കാരും ഒക്കെ ചേർന്ന് ട്രസ്റ്റിന് അതിൻ്റേതായ ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നത്. അത് വളരെ ഭംഗിയായിട്ട് പര്യവസാനിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിരന്തരം അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്.